7ാം ക്ലാസ്സിലെ ശതമാനം എന്നുള്ള 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പേജ് നമ്പർ 183 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് കമ്പനി അവർ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ചില ഉപകരണങ്ങൾ വില കുറച്ച് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഓരോന്നിൻ്റെയും വിലക്കുറവ് ചുവടെയുള്ള പട്ടികയിൽ കാണാം. പിന്നെ നമുക്ക് അവിടെ ഒരു ടേബിൾ കാണാൻ പറ്റും. പിന്നെ തന്നിട്ടുള്ളത് ഇപ്പോഴത്തെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉപകരണം ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പിൻ്റെ പഴയ വില എന്ന് പറയുന്നത്, പഴയ വില 65,000. അതിൻ്റെ കിഴിവ് അഥവാ റിഡക്ഷൻ 10% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇത് എത്ര രൂപയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 10% എന്ന് പറഞ്ഞാൽ 10/100 അല്ലേ. അതായത് ഓരോ 100 രൂപക്കും ഇവിടെ എന്ത് കിട്ടും? 10 രൂപ നമുക്ക് കിഴിവായിട്ട് കിട്ടും, കുറച്ച് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ടോട്ടൽ എമൗണ്ട് എടുക്കുക. 65,000 ഇൻറ്റു 10/100. ഇതിൻ്റെ കിഴിവ് എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 0 ക്യാൻസലാക്കിയിട്ടാൽ 2 0 പോയി 6,500. ഇതാണ് 6,500 രൂപ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ കിഴിവായിട്ട് കിട്ടും, അതായത് കുറഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഇപ്പോഴത്തെ വില അത് കാണാൻ ആദ്യത്തെ എമൗണ്ട് പഴയ വിലയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് കുറക്കുക കേട്ടോ. 6,500. അപ്പോൾ 58,500 രൂപ. അപ്പോൾ ഈ ലാപ്ടോപ്പിന് 65,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വില. ഇപ്പോൾ അത് 10% വില കുറച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 10% നമുക്ക് എടുക്കുമ്പോൾ കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ ഇനി എത്ര രൂപ കൊടുത്താൽ മതി? 58,500 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കൊടുത്ത് അത് എത്ര ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 ആണെങ്കിൽ 10, 10/100, 20 ആണെങ്കിൽ 20/100 ചെയ്ത് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ലാപ്ടോപ്പ് കഴിഞ്ഞിട്ട് മൊബൈൽ ഫോണാണ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പഴയ വില 25,000. അതിൻ്റെ കിഴിവ് 20%. അപ്പോൾ നമ്മളിതിൻ്റെ കിഴിവ് എത്രയാണ് കണ്ടുപിടിക്കാൻ ആദ്യം ടോട്ടൽ എമൗണ്ട് 25,000 ഇൻറ്റു 20/100. 0 ക്യാൻസലാക്കുക. 2,500 ഇൻറ്റു 2. നമുക്ക് 2,500 2 ഇൻറ്റു ചെയ്ത് എത്രയായിട്ട് 5,000. അപ്പോൾ 25 ഇൻറ്റു 2 50. 2 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 5,000. അപ്പോൾ നമുക്ക് ഇത്രയും രൂപ അവിടെ കിഴിവായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ വില അതായത് ടോട്ടൽ ആദ്യത്തെ പഴയ വില 25,000. അതിൽ നിന്ന് ഈ 5,000 കുറക്കുക. 25,000 നിന്ന് 5,000 പോയാൽ ബാക്കി 20,000 രൂപ. അടുത്തത് മൂന്നാമതായി നമുക്ക് സ്മാർട്ട് വാച്ചാണ്. അതിൻ്റെ പഴയ വില 12,000. അതിൻ്റെ കിഴിവ് 30%. അപ്പോൾ നമ്മളിതിൻ്റെ ഇത് എത്രയാണ് ഈ കിഴിവ് കിട്ടിയതെന്ന് കാണാൻ എന്ത് ചെയ്തിടണം? ആദ്യം ഇതിൻ്റെ
ആദ്യത്തെ വില എടുക്കുക കേട്ടോ. പഴയ വില മൊത്തം ബൈ 30 30/100. 0 ക്യാൻസലാക്കാം. അപ്പോൾ 1200 ഇൻറ്റു 3. നമുക്ക് 12 ഇൻറ്റു 3 ചെയ്യാം. 3 2 6, 1 3 3. ഇനി 2 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3600. ഇനി നമുക്ക് ഇപ്പോഴത്തെ വില കാണാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ എമൗണ്ട് 12,000-ന് ഈ കിട്ടിയ റിഡക്ഷൻ കുറക്കുക കേട്ടോ. 600. അപ്പം നമുക്ക് 8,400 രൂപ ഇപ്പോഴത്തെ വില. അതെല്ലാം കിഴിവ് മാത്രം കാണാൻ പറഞ്ഞാൽ ഏതാണ് രൂപ. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു കച്ചവടക്കാരൻ ഓരോ മാസവും അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 2% ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നു. 75,000 രൂപ ലാഭം കിട്ടിയ ഒരു മാസം അയാൾ എത്ര രൂപയാണ് ഇങ്ങനെ സംഭാവന കൊടുക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലാഭം എത്രയാണ്? ഒരു മാസത്തെ ലാഭം അപ്പോൾ ഒരു മാസത്തെ ലാഭം 25,000 രൂപ. പിന്നെ അയാൾ സംഭാവന കൊടുക്കുന്നത്, സംഭാവന ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന സംഭാവന എന്ന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എത്രയാണ്? 2%. അപ്പോൾ നമ്മളിത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എടുക്കുക അല്ലേ. 25,000 ഇൻറ്റു 2% എന്ന് പറഞ്ഞാൽ 2/100. ഇവിടെ 2 0 ക്യാൻസലാക്കി. 250 ഇൻറ്റു 2. അപ്പോൾ 250 ഇൻറ്റു 2 500. 500 രൂപയാണ് അപ്പോൾ അയാൾ ഒരു മാസം സംഭാവന കൊടുക്കുന്നത്. 25,000 രൂപ ഒരു മാസം ലാഭം കിട്ടിയാൽ, അതായത് അതിൻ്റെ 2% കൊടുക്കുക. എത്ര രൂപയാണ്? 500 രൂപയാണ് അപ്പോൾ ഒരു മാസത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5% വരുമാന നികുതി അടക്കണം. 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടക്കണം എന്നാണ്. അപ്പോൾ അതായത് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ അല്ലേ. 2 ലക്ഷം ടു 5 ലക്ഷം വരെ എത്ര കൊടുക്കണം? 5% എന്ത്? 5%. അങ്ങനെയാണെങ്കിൽ 3.5 ലക്ഷമാണ് അയാളുടെ സാലറി അല്ലേ. 3.5 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3.5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി? ഈ 5% തന്നെ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ 3.5 ലക്ഷമാണ് അയാളുടെ വരുമാനം. അത് ഇതിനിടക്കാണ് വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ 5% തന്നെയാണ് അയാൾ നികുതി അടക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3.5 ലക്ഷം അതായത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 5/100. 2 0 ക്യാൻസലാവും. പിന്നെ 3500 ഇൻറ്റു 5. അപ്പോൾ 35 ഇൻറ്റു 5 ചെയ്യാം. 5 15 17. അപ്പോൾ 2 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അയാൾ അടക്കേണ്ടത് എത്രയാണ്? 17,500 രൂപ നികുതി അടക്കണം.
മൂന്നിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5 ലക്ഷത്തിന് 5% മിച്ചമുള്ള തുകക്ക് 20% നികുതി അടക്കണം. 7 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടക്കണം? ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ 7.5 ലക്ഷം എന്നും മലയാളം മീഡിയം ക്വസ്റ്റ്യൻ്റെ 7 ലക്ഷം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ലക്ഷമാണ് ചെയ്യണത്, മലയാളം മീഡിയം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ, അതായത് 5 ലക്ഷം ടു, അപ്പോൾ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5 ലക്ഷത്തിന് 5% കൊടുക്കും. അപ്പോൾ 5 ലക്ഷത്തിന് 5%. പിന്നെ അതിന് മുകളിലുള്ളവർ 5 ലക്ഷത്തിന് മേലെ ആണെങ്കിൽ, അപ്പോൾ 5 ലക്ഷത്തിന് മുകളിലുള്ള ഉണ്ടെങ്കിൽ അതിന് എത്ര കൊടുക്കണം? മുകളിൽ 20% കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് എത്രയാണ്? 7 ലക്ഷമാണ് എന്തുള്ളത്? വാർഷിക വരുമാനമുള്ളത്. വാർഷിക വരുമാനം. അപ്പോൾ വാർഷിക വരുമാനം നിങ്ങളുടെ മലയാളം മീഡിയം ബുക്കിൽ 7 ലക്ഷവും ഇംഗ്ലീഷ് മീഡിയത്തിൽ 7.5 അപ്പോൾ ഞാനിവിടെ 7 ലക്ഷം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാർഷിക വരുമാനം 7 ലക്ഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിലെ 5 ലക്ഷത്തിൻ്റെ 5% കണ്ടുപിടിക്കുക കേട്ടോ. 5 ലക്ഷം വരെ എന്താണ്? 5% അല്ലേ? അപ്പോൾ അതിൻ്റെ 5 ലക്ഷത്തിൻ്റെ 5/100, 0 ക്യാൻസലായി. 5000 ഇൻറ്റു 5, 5 ഇൻറ്റു 5 25, 3 0 ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 25,000 രൂപ കിട്ടും. ഇനി അയാൾക്ക് 7 ലക്ഷമാണ് വാർഷിക വരുമാനം അല്ലേ? അപ്പോൾ ഈ 5 അതായത് 7 ലക്ഷത്തിൽ നിന്ന് ഈ 5 ലക്ഷം കുറക്കുക അല്ലേ? അപ്പോൾ ബാക്കി എത്ര വരും? 7 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറച്ചാൽ ബാക്കി 2 ലക്ഷം അല്ലേ? അപ്പോൾ ഈ 2 ലക്ഷത്തിന് എത്ര ആയിരിക്കും വരിക? 2 ലക്ഷത്തിന് 20% ആണല്ലേ? അപ്പോൾ ഇനി ബാക്കി 20 ലക്ഷം ഉണ്ട്. 2 ലക്ഷം ഉണ്ട്. അപ്പോൾ 2 ലക്ഷം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം നോക്കി ചെയ്യുകയാണെങ്കിൽ അവിടെ എത്രയാണ്? 2,50,000, 2.5 ലക്ഷം എടുക്കണം. ഇവിടെ മലയാളം മീഡിയത്തിൽ 7 ലക്ഷം ആയതുകൊണ്ട് 2 ലക്ഷം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു എത്രയാണ്? 20 അല്ലേ? 20/100, 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 20,000 ഇൻറ്റു 2, അപ്പോൾ എത്ര കിട്ടും? 40,000 അല്ലേ? 2 ഇൻറ്റു 2 4, 4 0 ആഡ് ചെയ്യാം. ഇത്രയും രൂപ. ഇനി അപ്പോൾ അയാൾ ആകെ അടക്കേണ്ട നികുതി എത്രയാണ്? ആകെ നികുതി ഒരു വർഷത്തേക്ക് അയാൾ 25,000, 5 ലക്ഷത്തിന് 5% വെച്ച് കിട്ടിയത് അല്ലേ? പ്ലസ് എന്താണ് ബാക്കി? 2 ലക്ഷത്തിന് 20, അതായത് 5 ലക്ഷത്തിന് മുകളിലുള്ളതിന് 20% അല്ലേ? അപ്പോൾ അതിൽ ബാക്കി 2 ലക്ഷം വന്നിട്ടുണ്ട്. ആ 2 ലക്ഷത്തിന് 20% വെച്ച് 40,000. അപ്പോൾ ടോട്ടൽ അയാൾ അടക്കേണ്ടത് എത്രയാണ്? 65,000 രൂപ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ 7,50,000 ആണ്. അപ്പോൾ ഇതിൽ ചെറിയ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മലയാളം മീഡിയത്തിൽ 7 ലക്ഷമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.